ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പ്രഭാത കേരളം ഒരുപാട് വാർത്തകളുമായി ആരംഭിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പുഞ്ചിൽ മറ്റൊരു സൈനികന് കൂടി വീരമൃത്യു ഉണ്ടായി എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത രാവിലെ തന്നെ. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇന്നലെ കണ്ടു. ഒരുപാട് പ്രതിഷേധങ്ങൾ KSUവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമോ ഒക്കെ നമുക്ക് കാത്തിരുന്നതിന് കാരണം. എന്നാലും നമുക്ക് വിശദമായി തന്നെ നമുക്ക് നോക്കാം ഏതൊക്കെ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നതൊക്കെ കാത്തിരിക്കാം. സഞ്ജു സാംസന്റെ സെഞ്ചുറി നേട്ടം അത് ഇന്നലെ മലയാളികൾക്ക് ഒരു ആഘോഷമായിരുന്നു. അത് ഇന്ന് വിവാഹ വാർഷികമാണ്. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സഞ്ജു. ഈ ആശംസ നേർന്നുകൊണ്ട് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പ്രഭാത കേരളത്തിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത് ഇടുക്കി സ്വദേശി മറയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. 5 മാസത്തെ പെൻഷൻ അത് മുടങ്ങിയെന്നാണ് മറയക്കുട്ടിയുടെ ഹർജിയിലെ ആക്ഷേപം. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിശദീകരണം തേടിയിരുന്നു. ഹർജി ഇന്നലെ പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഒരുപാട് വാർത്തകളുണ്ട് എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ മറയക്കുട്ടിയുടെ കാര്യം, അത് മറയക്കുട്ടി ഒരു VIP ആണ് എന്ന് വ്യക്തമാക്കിയ കോടതിയിലേക്ക് ഇന്ന് എന്ത് വിശദീകരണമായിരിക്കും സർക്കാർ നൽകുക? എന്തോ ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഹൈക്കോടതിയിൽ കുറേ അധികം വാർത്തകൾ അല്ലെങ്കിൽ വലിയ വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്ന ദിവസം തന്നെയാണ്. വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്ന ദിവസം തന്നെയാണ്. മറയക്കുട്ടി അവരുടെ ഹർജിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ നിന്ന് വളരെയധികം വിമർശനങ്ങൾ സർക്കാരിന് കേൾക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ഈ മറയക്കുട്ടി ഒരു VIP ആണ്, കോടതിക്ക് VIP ആണ് എന്ന് കൃത്യമായിട്ട് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശിച്ചു എന്നതാണ്. കാരണം ഇവരെ ഒരു സർക്കാരിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അത് വളരെ നിസ്സാരക്കാരെ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷെ കോടതിക്ക് അങ്ങനെയല്ല. കോടതി വളരെ ഗൗരവമേറിയ വിഷയമായിട്ട് തന്നെ ഇത് കാണുന്നു. പെൻഷൻ വാങ്ങുന്നവർക്കും ഇവിടെ ജീവിച്ച് പോകേണ്ടതല്ല, ഇവിടെ ഈ ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷങ്ങൾ ഇതെല്ലാം അവരുടെയും കൂടി ഒരു പങ്കാളിത്തം വേണ്ടതല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. 1600 രൂപ സർക്കാരിനൊരു ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ ഇവിടെ പണമില്ല എന്ന് പറയുമ്പോൾ പോലും മറ്റ് കാര്യങ്ങൾക്ക്, മറ്റ് സർക്കാരിൻ്റെതായ മറ്റ് ചെലവുകൾക്ക്, മറ്റ് പരിപാടികൾക്ക് ഇതിനെല്ലാം തന്നെ പണമുണ്ട് എന്ന കേസ് പരിഗണിക്കുമ്പോൾ വാക്കാലുള്ള പരാമർശങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം ഈ സർക്കാരിന് പണമില്ല, പ്രത്യേകിച്ച് കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിക്കപ്പെട്ടു പോയിരുന്നു. മറയക്കുട്ടി നൽകിയ ഹർജിയിലും ഇത് സൂചിപ്പിച്ചിരുന്ന കാര്യം പെൻഷൻ നൽകുന്നതിന് ഒരു തടസ്സവും സർക്കാരിന് മുന്നിലില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇതിൽ കേന്ദ്രവിഹിതമായ തുക ലഭിക്കുന്നുണ്ട്, മധ്യ സെസ്സിൽ നിന്നുള്ള തുക ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പണം ലഭിക്കാതിരിക്കുന്നതിന് എന്താണ് കാരണം, അങ്ങനെ മുടങ്ങേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചൂണ്ടിക്കാണിച്ചത്. അത് ഏതാണ്ട് ശരിവെച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. ഇനി സർക്കാർ ഇതിന് എന്ത് മറുപടി നൽകുന്നു എന്നതാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ എന്ത് വീഴ്ച വന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പെൻഷൻ കിട്ടാതെ പോയതിനിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതായിരിക്കും ഇനി സർക്കാരിനെ തിരിച്ച് ബോധിപ്പിക്കാനുള്ളത്. പെൻഷൻ മുടങ്ങരുതെന്നും മുടങ്ങിയ പെൻഷൻ ലഭിക്കണം, ഇനി അങ്ങോട്ട് മുടങ്ങരുതെന്നുമെല്ലാമാണ് മറയക്കുട്ടി ഇതിൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന മറയക്കുട്ടിയുടെ ആ സമരവും ആ കാര്യങ്ങളുമെല്ലാം തന്നെ
ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് വലിയ രീതിയിലുള്ളൊരു പിന്തുണ അവർക്ക് ഒപ്പമുണ്ടായിരുന്നു. കാരണം ഇതൊരു കൃത്യമായ രീതിയിലുള്ളൊരു സമരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വയോധിക അവരുടെ ആ ഒരു ആവശ്യം കിട്ടിക്കൊണ്ടിരുന്ന സർക്കാരിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം അത് ഇല്ലാതാകുന്നു. അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ന്യായമായ രീതിയിൽ സമരം ചെയ്യുന്നതടക്കമുള്ള ഒരു പൊതു വിലയിരുത്തൽ സമൂഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോഴും അതേ രീതിയിൽ തന്നെ ഈ സമൂഹത്തിൽ എല്ലാവരും പലരും ചിന്തിച്ച പോലെ തന്നെ ഭൂരിപക്ഷം പേരും ചിന്തിച്ച പോലെ അതിനോടൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് കോടതിയും പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം കോടതിക്ക് മറിയക്കുട്ടി VIP തന്നെയാണ് എന്ന കൃത്യമായ രീതിയിൽ കൃത്യമായ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. കോടതിയിലേക്ക് എത്തിയിരിക്കുന്നവരെ കൃത്യമായ രീതിയിൽ തന്നെ പരിഗണിക്കുന്നവരുടെ ആവശ്യം ന്യായമാണ് എന്ന രീതിയിൽ തന്നെയുള്ള ഒരു വാക്കാലുള്ള ഒരു പരാമർശം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണവും വിശദാംശങ്ങളും എല്ലാം ഇന്ന് ഈ കേസിൽ ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എൽദോ, യെസ്, സർക്കാരും ഒപ്പം അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും വിശദീകരണം തേടിയിട്ടുണ്ട്. എന്ത് മറുപടി കൊടുക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയണം. എന്തായാലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ജനശ്രദ്ധ ഒരു ആകാംക്ഷ ഉള്ള ഒരു ഹർജിയാണെന്ന് ഹൈക്കോടതിയിൽ മറിയക്കുട്ടിയുടേത് ഇന്ന് വീണ്ടും പരിഗണിക്കപ്പെടുമ്പോൾ. ഇനി മറ്റൊരു വാർത്ത, അതും ഹൈക്കോടതിയിൽ തന്നെയാണ്. ലൈംഗിക അതിക്രമ കേസിൽ മുൻ ഗവൺമെന്റ് ലീഡർ PG മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. നിയമസഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. അതിജീവിതയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാരോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു. ഡാനിയാണ് തുടരുന്നത്. ഡാനി, ഈ ഗവൺമെന്റ് ലീഡറായിരുന്ന PG മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വിധി പറയുമ്പോൾ അത് നിർണായകമാണല്ലോ ഈ PG മനുവിന്. തീർച്ചയായും എൽദോ, കാരണം ഇതിൽ PG മനുവിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് തൊഴിലിടത്തെ ശത്രുക്കൾ ആണ് ഇത് ഈ കേസിന് പിന്നിൽ എന്നുള്ള ഒരു വാദം മാത്രമാണ് ഇതിൽ ഉയർത്തിയിരിക്കുന്നത്. അതിനെ ഇവരെ ഇരയാക്കുകയായിരുന്നു എന്നാണ് ഇയാളുടെ ഒരു വിശദീകരണമായിട്ട് പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടി നേരത്തെ തന്നെയും അത് മറ്റൊരു പീഡന കേസിൽ ഇരയായ ഒരു പെൺകുട്ടിയാണ്, അതിജീവിതയാണ്. അവരാണ് അവരുടെ ഒരു ദുരനുഭവങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ കോടതിയിലേക്ക് സമർപ്പിക്കുകയും കാര്യങ്ങളുമെല്ലാം തന്നെ ചെയ്തിരുന്നു, പരാതിയായിട്ട് നൽകുകയും ചെയ്തിരുന്നത്. അവർ നിയമസഹായം എന്താണ് ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കം പോകുന്നതിന് കാര്യങ്ങളിലേക്ക് അന്വേഷിക്കാൻ ചെന്നവർ പലതവണ തന്നെ പീഡിപ്പിച്ചു. തൻ്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിലെത്തി അടക്കം തന്നെ ബുദ്ധിമുട്ടുകയുണ്ടായി. ഇതെല്ലാം തന്നെ അവർ കോടതിക്ക് മുൻപാകെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് പുറത്തു വരുമ്പോൾ ഇവരുടെ പരാതി വരുമ്പോൾ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ലീഡർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശിക്കുകയും രാജി എഴുതി വാങ്ങിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇതിന് പിന്നിൽ തൊഴിലിടത്തെ ശത്രുക്കളാണ്, തനിക്കെതിരെയുള്ള ഒരു ആസൂത്രിത നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് PG മനു കോടതിയിൽ തന്നെ സമീപിക്കുകയും ചെയ്യുന്നത്. ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി ഉയർന്നു വരുമ്പോൾ തന്നെ ഇത് സ്പെഷ്യൽ ടീമിനെ തന്നെ ഇത് സംബന്ധിച്ചൊരു അന്വേഷണത്തിന് വേണ്ടി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അന്വേഷണം ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് PG മനു ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വാദമുഖങ്ങളെല്ലാം തന്നെ കോടതിക്ക് മുന്നിലുണ്ട്. അതിജീവിത നൽകിയ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പലതവണ അവർക്ക് വാട്സപ്പിലടക്കം സന്ദേശങ്ങൾ അയക്കുകയും അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്ത് ബുദ്ധിമുട്ടിച്ചു എന്നെല്ലാം തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതെല്ലാം തന്നെ വിശദാംശങ്ങൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ഇന്ന് ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഡാനി, ഞാൻ ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഡാനിയിൽ നിന്ന് തേടിയ ശേഷം ഞാൻ ഡാനിയെ ഫ്രീ ആക്കാം. ഡോക്ടർ ഷാഹനയുടെ മരണത്തിൽ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് P. ഗോപിനാഥ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നു. ഡാനി, ഒരു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നല്ലോ ഷഹനയുടേത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴുള്ള നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ എന്തായിരിക്കും വിധി എന്നുള്ളതൊക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ അതിൽ? എൽദോ, കഴിഞ്ഞ ദിവസം കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് വന്നുകയും ഇന്ന് അത് വിധി പറയുന്നതിന് വേണ്ടി അടക്കം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് 2 തവണ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഇതിൽ സ്ത്രീധനം ഒരിക്കലും ചോദിക്കാൻ പാടില്ല, അതൊരു കുറ്റം തന്നെയാണെന്ന് കോടതി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ്
ഈ കേസിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഷഹ്ന എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തു. അത് തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ സമർപ്പിക്കുകയും തന്നെ കാരണമായി പുറത്താക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോഴാണ് കോടതി ഈ രീതിയിൽ ഷഹ്ന മിടുക്കിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് കോടതി പരാമർശിച്ചത്. അതോടൊപ്പം തന്നെ കോടതി ഇയാൾ അപേക്ഷയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം തനിക്കെതിരെ പകപോക്കുകയാണ് എന്നൊരു വാദമാണ് ഉന്നയിച്ചത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ വന്ദനയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ സമരമുഖത്തുണ്ടായിരുന്നു, പോലീസിനെതിരെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ സമരമുഖത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള തന്നോട് പ്രതികാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായി പോലീസ് ഇതിന് ഉപയോഗിക്കുകയാണ് എന്നാണ് ഇയാളുടെ ഒരു വാദമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ കോടതി ആ വാദത്തിനിടയിൽ തന്നെ കോടതി പറഞ്ഞു അങ്ങനെ കോടതിക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല, കോടതിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ ഇങ്ങനെയൊരു കേസിൻ്റെ ഭാഗത്ത് പ്രതി ചേർക്കുക, അറസ്റ്റ് ചെയ്യപ്പെടുക, ഇതൊന്നും അങ്ങനെ തോന്നുന്നില്ല എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ അപ്പോൾ ക്ഷമിക്കണം, ഈ വാദത്തിനിടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് അടക്കമുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായതെന്ന് എന്നുകൂടി ഇയാളുടെ മറുപടിയിലടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി തുടക്കത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല, പ്രത്യേകിച്ച് സ്ത്രീധനം പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഈ ദിവസത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയതും ഇന്ന് അത് വിധി പറയാൻ മാറ്റിയിരിക്കുന്നതും. ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയാണ്. ഇതിൻ്റെ നാൾവഴികൾ എല്ലാവരും തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഉറ്റുനോക്കുകയാണ്. കാരണം അഭ്യസ്തവിദ്യരായ ഒരു സമൂഹം, അവർക്കിടയിലാണ് ഇപ്പോഴും സ്ത്രീധനം എന്ന പേരിൽ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. എല്ലാവർക്കും തന്നെ അറിയാം അതിൻ്റെ ഒരു ദുരന്തവശങ്ങളും കാര്യങ്ങളും. ഇത് കുറ്റകൃത്യമാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി ഇതിനു വേണ്ടി വിലപേശുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതൊരു മിടുക്കിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിലേക്കടക്കം നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് മുന്നിലുണ്ട്. ജാമ്യാപേക്ഷ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ പരിഗണനയ്ക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോ. ഡാനി പോലാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള വാർത്തകൾ അത് ഇനിയുമുണ്ട്. കാരണം രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനും ഒക്കെ ഉറ്റുനോക്കുന്ന മറ്റൊരു വാർത്തയാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഇന്ന് സർക്കാരിന്റെയും ചാൻസലറുടെയും വാദം കേൾക്കും. ഹർജിക്കാരും നിയമനം സ്റ്റേ ചെയ്യപ്പെട്ട സെനറ്റ് അംഗങ്ങളും നിലപാട് അറിയിക്കും. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് കേരള സർവകലാശാല ഇന്ന് വിശദീകരണം നൽകിയേക്കും. ചാൻസലർ നിയമിച്ച 4 സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിന് നിലവിൽ ഹൈക്കോടതിയുടെ സ്റ്റേയുണ്ട്. ഗവർണർ നിയമിച്ച 4 വിദ്യാർത്ഥികളുടെ നിയമനം ചോദ്യം ചെയ്താണ് 2 വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികളിൽ വാദം കേൾക്കുന്നത്. പ്രതിപക്ഷ എംപിമാർക്കെതിരായ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഇന്ന് സംഘടിപ്പിക്കും. 144 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് AICCയുടെ ആഹ്വാനത്തിൽ ഇത്തരത്തിൽ DCCകളുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിക്കുന്നത്. UDF ആഹ്വാനം ചെയ്ത രാജ്ഭവൻ ധർണയും ഇന്ന് നടക്കും. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രതിഷേധ സംഗമങ്ങളാണ് ജനാധിപത്യ സംരക്ഷണ സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നതെന്ന് KPCC നേതൃത്വം അറിയിച്ചു. നവകേരള സദസ്സ് ഇന്ന് അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണുള്ളത്. രാവിലെ 9 മണിക്ക് കാട്ടാക്കട തൂങ്ങാമ്പാറ കാളിദാസ് ഓഡിറ്റോറിയത്തിലാണ് പ്രഭാത യോഗം. തുടർന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും അവിടെ നടക്കും. രാവിലെ 11 മണിക്ക് അരുവിക്കര മണ്ഡലത്തിലാണ് ആദ്യ നവകേരള സദസ്സ്. ആര്യനാട് പാലേക്കോണം വില്ല നസ്രത്ത് സ്കൂൾ ഗ്രൗണ്ടാണ് വേദി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാട്ടാക്കട മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും, വൈകിട്ട് 4:30 നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ സദസ്സ് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും നടക്കും. വൈകിട്ട് 6 മണിക്ക് പാറശാല മണ്ഡലത്തിലെ സദസ്സ് കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് നടക്കുക. നാളെ വട്ടിയൂർക്കാവിൽ പൊതുയോഗത്തോടെ നവകേരള സദസ്സ് സമാപിക്കുകയാണ്. ഇനി ആറ്റിങ്ങലിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീട് 100ഓളം പേർ ചേർന്ന് അടിച്ചു തകർത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. വീട്ടിലുണ്ടായിരുന്ന മാതാവിനെയും 1 വയസ്സുള്ള മകനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. വടിവാൾ ഉൾപ്പെടെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിലൊരു അതിക്രമം. സുഹൈലിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന
സംശയത്തെ തുടർന്ന് പോലീസ് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. രാത്രിയോടെ പോലീസ് മാറിയ സമയത്താണ് സുഹൈലിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ആലങ്കോട് നടന്ന യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അതിക്രമം. ഇവരെ സംരക്ഷിക്കാൻ നിങ്ങൾ ഈ മാമിയെ സുഹൈലിന്റെ ഉമ്മയെ സംരക്ഷിക്കാൻ കഴിയും. പക്ഷെ പോലീസ് ഇവരെ ഈ രീതിയിൽ എന്റെ കൊച്ചുങ്ങളമ്മ പുറത്തൊടുത്തുള്ളി നമ്മൾ മരിക്കണം, ഞങ്ങൾ മരിക്കണം. എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാർ കൊലവിളി നടത്തിക്കൊണ്ടുവന്ന് വീട് KSU സിന്ദാബാദ് വിളിച്ചുകൊണ്ട് വന്ന് വീട് അടിച്ച് പൊളിച്ച് സൗരുടെ മോളെ വീടും അടിച്ച് പൊട്ടി, ജ്യേഷ്ഠൻ്റെ മകനെയും അടിച്ച് അവർ വെട്ടോത്തി മാളും ചാത്തിയൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത്. എന്താണ് വിഷയം എന്ന് എനിക്ക് പിടിയില്ല. ഈ വരുന്നവർക്കാർക്ക് എൻ്റെ വീട് അടയ്ക്കണം. അഭിലാഷ് എസ് നൽകിയ വിവരങ്ങൾ കൂടുതൽ ആറ്റിങ്ങിൽ നിന്ന്. അഭിലാഷ്, ഈ ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തമാണല്ലോ. ഈ ആക്രമിച്ചവരെയും അതിവ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ആരെങ്കിലും പിടിയിലായിട്ടുണ്ടോ? എന്തോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് ഇത്തരത്തിൽ പരസ്പരം വീടുകൾ ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള വലിയ സംഘർഷമായി മാറിയത്. അന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന സുഹൈലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി സമരം നടന്നിരുന്നത്. ഈ സമയം ഇവിടെ എത്തിയ DYFI പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും 3ഓളം DYFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സുഹൈലിന്റെ വീട് ആക്രമിക്കപ്പെടും എന്ന സംശയം പോലീസിനുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ സുഹൈലിന്റെ വീടിന് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. എന്നാൽ ഇന്നലെ നവകേരള സദസ്സ് കഴിഞ്ഞതിന് പിന്നാലെ പോലീസ് ഇവരെ സുരക്ഷയും പിൻവലിക്കുകയായിരുന്നു. ഈ സമയത്താണ് 100ഓളം വരുന്ന DYFI പ്രവർത്തകർ ഇവിടെ എത്തുകയും ഈ വീടിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തത്. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിക്കുകയും ആലങ്കോട് ജംഗ്ഷനിൽ പ്രകടനം നടത്തി. തുടർന്ന് ഈ നാറ്റിങ്ങൽ നഗരസഭ CPMന്റെ കൗൺസിലർ, ആ വാർഡിന്റെ കൗൺസിലർ കൂടിയായ നജാമിന്റെ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. ഈ സംഭവത്തെ തുടർന്ന് വലിയ പോലീസ് സന്നാഹം തന്നെ രാത്രിയോടെ അവിടെ എത്തിയിരുന്നു. തുടർന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് ഇരു വിഭാഗത്തെയും പിരിച്ചുവിടാൻ തന്നെ സാധിച്ചത്. പോലീസ് ഈ സംഭവത്തിൽ കേസ് ഇതുവരെയും എടുത്തിട്ടില്ല. എന്നാൽ ഇതിൽ പ്രതികളെ പൂർണ്ണമായും പോലീസിന് ഇരു വിഭാഗത്തുള്ള ആൾക്കാരെയും തിരിച്ചറിയാമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൃത്യമായും ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവുണ്ടാകുന്ന മുറയ്ക്ക് ഇതിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെടുകയും ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പോലീസ് നേതൃത്വങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അല്ല അഭിലാഷ്, ഈ സുഹൈൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലേ? കേസ് എടുക്കാത്ത സാഹചര്യം എന്തോ ഇന്നലത്തെ ഈ സംഭവത്തിന് മുന്നോ അല്ലെങ്കിൽ അതിനുശേഷമോ സുഹൈൽ ഇത്തരത്തിൽ രേഖാമൂലം ഒരു പരാതി പോലീസിന് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ ദൃശ്യങ്ങളുടെയും സംഭവ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇരു വിഭാഗങ്ങളുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിൽ പ്രതികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയുന്നത്. ശരി, എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങിൽ നിന്ന് അവിടെ വ്യാപകമായിട്ടുള്ളൊരു സംഘർഷമാണ് ഉണ്ടായത്. മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീട് അത് ആക്രമിച്ചു. വലിയ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. സുഹൈലിന്റെ 100ഓളം പേർ ചേർന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. വീട്ടിലുണ്ടായിരുന്ന മാതാവിനെയും ഒരു കുഞ്ഞിനെയും 1 വയസ്സുള്ള മകനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇനി മറ്റ് ദേശീയ വാർത്തകളിലേക്ക് പോയാൽ ജമ്മു കാശ്മീരിലെ പുഞ്ചിൽ 4 സൈനികർക്ക് വീരമൃത്യു. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ പ്രദേശത്ത് എത്തി ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ER രാകേഷ് ചേരും വിവരങ്ങളുമായി. രാകേഷ്,
ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ്. മറ്റൊരു സൈനികന് കൂടി വീരമൃത്യു വരിക്കേണ്ടി വരുന്നു. 4 സൈനികരുടെ മരണം. ഇപ്പോൾ ആ ഭീകരരെ കണ്ടെത്താനുള്ള അതിലേക്കുള്ള തെരച്ചിൽ എത്രത്തോളം ഊർജിതമായി നടക്കുന്നു? എൽദോ, ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് പൂഞ്ചിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 4 ആയിരിക്കുകയാണ്. ലാൻസ് നായിക് ബീരേന്ദ്ര സിംഗ്, ലാൻസ് നായിക് കരൺ കുമാർ, റൈഫിൾമാൻ ചന്ദൻ കുമാർ, റൈഫിൾമാൻ ഗൗതം കുമാർ ഇവരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ 3:45 കൂടിയാണ് ഈ പൂഞ്ചിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പ്രദേശത്ത് ഭീകരർക്കായുള്ള തെരച്ചിൽ സുരക്ഷാ സേന തുടരുന്നുണ്ട്. അതായത് ദേരാഖി ഗലി, ഒപ്പം തന്നെ ബുഫ്ലിയാസ് ഈ മേഖലകൾക്കിടയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായി ബുധനാഴ്ച മുതൽ ഇവിടെ തെരച്ചിൽ തുടരുകയാണ്. തുടർന്ന് ഇവിടേക്ക് കൂടുതൽ സൈനികരെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിനിടയിൽ ഒരു ട്രക്കിലും ജിപ്സിയിലും സുരക്ഷാ സേനാംഗങ്ങൾ അങ്ങോട്ട് പോകുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് 3:45 കൂടി ആക്രമണം ഉണ്ടാകുന്നത്. ഈ ജിപ്സിയിൽ സഞ്ചരിച്ചിരുന്ന സൈനികർക്ക് നേരെയാണ് ആക്രമണം. ഭീകരർ വെടിവെക്കുകയായിരുന്നു. സുരക്ഷാ സേന തിരിച്ചും വെടിയുതിർത്തെങ്കിൽ പോലും 3 സൈനികർ കൊല്ലപ്പെട്ടു, വീരമൃത്യു വരിച്ചു. പരിക്കേറ്റ ഒരു സൈനികൻ കൂടി ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. ഏതായാലും ഈ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ബുധനാഴ്ച മുതൽ ഇവിടേക്ക് കൂടുതൽ സൈനികർ എത്തുകയും ഇവർക്കായുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ശേഷം അവിടേക്ക് കൂടുതൽ സൈനികരെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം ഒരു ട്രക്കിലും ജിപ്സിയിലുമായി ഈ പ്രദേശത്തേക്ക് തിരിച്ചത്. ഇതിനിടയിലാണ് ഇവർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോഴും ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു, ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ പ്രദേശത്ത് സമീപകാലത്തുണ്ടാകുന്ന 2ാമത്തെ ഏറ്റവും വലിയ ആക്രമണമാണിത്. കാരണം പൂഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് രജൌരി ജില്ല. രജൌരി ജില്ലയിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അന്ന് 2 ക്യാപ്റ്റന്മാരടക്കം 5 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അതിന് സമാനമായ രീതിയിൽ വീണ്ടും ഇപ്പോൾ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. ഏതായാലും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഭീകരരെ വളഞ്ഞിട്ടുണ്ട്, ഇവർക്കായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എൽദോ, രാകേഷ്, ഈ ഒരു അതിശൈത്യത്തിൻ്റെ ഒരു സമയം കൂടിയാണല്ലോ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു മറപറ്റി ഭീകരാക്രമണം നടത്തുക മാത്രമല്ല, ഈ ആക്രമണം നടത്തിയ ഭീകരർ അത് എത്ര പേരുണ്ട് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ടോ സൈന്യം? എൽദോ, അത്തരത്തിലുള്ള വിവരങ്ങൾ ഏതായാലും സൈന്യം ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടില്ല. ഏതായാലും ഈ പ്രദേശത്ത് കൂടുതൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ പറയുന്ന ബുഫ്ലിയാസ് അടക്കമുള്ള മേഖലകളിൽ ഭീകരരുണ്ട് എന്ന രഹസ്യവിവരം സൈന്യത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആദ്യം അവിടെ തെരച്ചിൽ നടത്തുന്നതും പിന്നീട് സൈനിക സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഈ ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു നടപടി പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും 4 സൈനികർ വീരമൃത്യു വരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഭീകരരുണ്ടെന്ന് ഈ ഘട്ടത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമില്ല. പക്ഷേ കൂടുതൽ പേരുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് സൈന്യമുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് എൽദോ സൂചിപ്പിച്ച പോലെ സാധാരണഗതിയിൽ ഈ ശൈത്യകാലത്താണ് ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റങ്ങൾ അടക്കം നടക്കാറുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിർത്തി കടന്നെത്തിയ ഭീകരരാണെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇവർക്കുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിൽ തുടരുകയാണ്. ശരി, രാകേഷാണ് അതിന് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്ത കൂടി രാകേഷിൽ നിന്നും അറിയേണ്ടത്, അത് MP-മാരുടെ സസ്പെൻഷനെതിരെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. രാകേഷ്, പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു ദിവസങ്ങളായി. ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യമാണല്ലോ നമ്മൾ പാർലമെന്റിൽ കാണുന്നതും. പാർലമെന്റ് അകത്തും പുറത്തും ഒക്കെ പ്രതിഷേധവുമായി തുടരുന്നു പ്രതിപക്ഷം. എത്തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ത്യ മുന്നണി പദ്ധതിയിടുന്നതെന്ന്? എൽദോ, ഇന്നാണ് പാർലമെന്റ് അവസാനിക്കേണ്ടിരുന്ന ശൈത്യകാല സമ്മേളനം അവസാനിക്കേണ്ടിരുന്ന അല്ലെങ്കിൽ ശൈത്യകാല സമ്മേളനത്തിൻ്റെ അവസാന ദിവസം. പക്ഷേ ഇന്നലെ തന്നെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഇരു സഭകളും പിരിഞ്ഞിരുന്നു. ഏതായാലും 146 അംഗങ്ങളെയാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്.
അതായത് 100 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും 46 പേരും സസ്പെൻഷനിലായി. ഡിസംബർ 13-നാണ് പാർലമെന്റിൽ അതിക്രമം ഉണ്ടാകുന്നത്, സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറിയത്. എന്നാൽ സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സഭയ്ക്കകത്ത് പ്രസ്താവന നടത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പ്രതിഷേധിച്ച MP-മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്കും കടക്കുകയും ചെയ്തു. അങ്ങനെ ആണ് ലോക്സഭയിൽ 100 പേരും രാജ്യസഭയിൽ 46 പേരും സസ്പെൻഷനിലായത്. ഇന്നലെ 3 പേരെ കൂടി ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തതോടുകൂടിയാണ് ലോക്സഭയിൽ സസ്പെൻഷനിലായ അംഗങ്ങളുടെ എണ്ണം 100 ആവുകയും ചെയ്തത്. ഏതായാലും ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിനകത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇന്നലെ വിജയ് ചൗക്കിലേക്ക് മാർച്ച് നടത്തിയിരുന്നു പ്രതിപക്ഷ MP-മാർ. ഏതായാലും ഇന്ന് അത് കൂടുതൽ മറ്റിടങ്ങളിലേക്ക് കൂടി ആ സമരം വ്യാപിക്കുകയാണ്. ഒന്ന്, രാജ്യവ്യാപകമായ പ്രതിഷേധം ഇന്ന് നടക്കുമ്പോൾ ജന്തർ മന്ദർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി അവിടെ സമരത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യവ്യാപകമായി എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സമരത്തിനും ഇന്ത്യ മുന്നണി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ MP-മാർ, അതായത് പാർലമെന്റിൽ സമീപകാലത്തുണ്ടായ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പ്രസ്താവന നടത്തേണ്ടത് അത് പാർലമെന്റിൽ തന്നെയാണെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യ മുന്നണി. കാരണം അമിത്ഷായും പ്രധാനമന്ത്രിയും പാർലമെന്റിന് പുറത്താണ് പ്രസ്താവന നടത്തിയത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണെന്ന് കൂടി ഇന്ത്യ സഖ്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജന്തർ മന്ദറിൽ 11 മണിക്കാണ് ഇന്ന് സമരം നിശ്ചയിച്ചിട്ടുള്ളത്. എൽദോ, ശരി. ഇന്ത്യ മുന്നണി നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും. ജന്തർ മന്ദറിലാണ് പ്രതിഷേധം. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് ഇന്നലെ 18ാം പടി കയറിയത് 95,326 തീർത്ഥാടകരാണ്. ക്രിസ്മസ് അവധി കൂടി തുടങ്ങുന്നതോടെ ഇന്നു മുതൽ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 91,088 പേരാണ് ഇന്ന് ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള പോലീസിന്റെ കർപ്പൂരാഴി ഇന്ന് വൈകുന്നേരം നടക്കും. CV അനുമോദാണ് വിവരങ്ങൾ നൽകുക ശബരിമലയിൽ നിന്ന്, സന്നിധാനത്ത് നിന്ന്. അനുമോദ്, ഗുഡ് മോർണിംഗ്. വലിയൊരു തീർത്ഥാടക പ്രവാഹം പ്രതീക്ഷിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും അവധി ദിവസങ്ങൾ വരികയാണല്ലോ. ഇന്ന് മാത്രം ഇപ്പോൾ അനുമോദ് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 90,000-ലേറെ പേർ ഇതിനോടകം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെ ഇനിയും പ്രതീക്ഷിക്കേണ്ട ഈ ദിവസങ്ങൾ. തീർച്ചയായും എൽദോ, ഇന്ന് അവധി ദിവസങ്ങൾ, ക്രിസ്മസ് അവധി ദിവസങ്ങൾ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഒരു ഭക്തജന പ്രവാഹം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം 80,000-ൽ താഴെയായിരുന്നു വിർച്വൽ ക്യൂ ബുക്കിംഗ്. പക്ഷേ ഇന്നലെ സന്നിധാനത്ത് എത്തിയത് പോലീസിൻ്റെ ഔദ്യോഗിക കണക്കുപ്രകാരം 95,000-ലധികം പേരാണ്. അതിലും ഏറെ പേർ, അതായത് ഒരു വിർച്വൽ ക്യൂവിൻ്റെ ടിക്കറ്റിൽ തന്നെ 4-5 പേരൊക്കെ സന്നിധാനത്ത് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിലും ഏറെ പേരൊക്കെ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നത് പോലീസിൻ്റെ അനൗദ്യോഗികമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് 7 മണി വരെ 26,000 അയ്യപ്പന്മാരാണ് സന്നിധാനത്ത് 18ാം പടി കയറിയിട്ടുള്ളത്. മണിക്കൂറിൽ 3,000-നും 4,000-നും ഇടയിൽ അയ്യപ്പന്മാരെ 18ാം പടി കയറ്റുന്നു. ഇതിലേറ്റവും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ക്രിസ്മസ് അവധി ദിവസങ്ങൾ ആരംഭിക്കുന്നതോടെ കൂടുതൽ കുട്ടികൾ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ കുട്ടികൾ 18ാം പടി കയറുമ്പോൾ അവരെ മറ്റു മുതിർന്നവരെ പോലെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് പോലീസ് അയ്യപ്പന്മാർക്ക് 18ാം പടി കയറ്റാൻ കഴിയണമെന്നില്ല. സ്വാഭാവികമായിട്ടും അത് 18ാം പടി കയറുന്നതിൻ്റെ വേഗത കുറയ്ക്കും. അത് അങ്ങനെ വേഗത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരക്ക് താഴേക്ക് വ്യാപിക്കുകയും നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്നിപ്പോൾ രാവിലെ തന്നെ അപ്പാച്ചിമേട് വരെ അയ്യപ്പന്മാരുടെ വരി നീണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ 8-10 മണിക്കൂറുകൾ എടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് ഇനി കൂടുമെന്ന് കരുതണം. കാരണം വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തതിന് പുറമെ സ്പോട്ട് ബുക്കിങ്ങിൽ ആളുകൾ എത്തും. അതിന് പുറമെ സത്രം വഴിയും മറ്റ് കാനഡപാത വഴിയും അയ്യപ്പന്മാരെത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ പോലീസിൻ്റെ കണക്കിൽ അധികം എത്തുന്ന അയ്യപ്പന്മാരാണ്. അപ്പോൾ വലിയ ഒരു തിരക്ക് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണ്ഡലപൂജയ്ക്ക് സന്നിധാനം ഒരുങ്ങുകയാണ്. 27-ാം തീയതിയാണ് മണ്ഡലപൂജ കഴിഞ്ഞാൽ നട അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ 26-ാം തീയതി തങ്കയങ്കി സന്നിധാനത്തെത്തും.
അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സാധാരണ 2 കർപ്പൂരാഴി ഒരു ചടങ്ങാണ്. കർപ്പൂരം വലിയ ഒരു ചെമ്പിൽ കൂട്ടിയിട്ട് കത്തിച്ച് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്ത് പ്രദക്ഷിണം വെച്ച് വലം വയ്ക്കുന്ന ഒരു ചടങ്ങാണ് കർപ്പൂരാഴി. അത് പോലീസിൻ്റെയാണ് ഇന്ന് ഉള്ളത്. വൈകുന്നേരം 6:30 ദീപാരാധനയ്ക്ക് ശേഷം പോലീസിൻ്റെ കർപ്പൂരാഴി നടക്കും. അത് വലിയ ആഘോഷമായിട്ടില്ല, ഇത്തവണ ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തുന്നതെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. കാരണം തിരക്കേറിയ സാഹചര്യത്തിൽ ഇത് വലിയ ഒരുപാട് സമയം അതിനുവേണ്ടി പോലീസിന് മാറ്റിവെക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായിട്ടൊരു ചടങ്ങ് പോലെ കർപ്പൂരാഴി നടത്തുന്നുണ്ട്. അടുത്ത ദിവസം ദേവസ്വത്തിൻ്റെ കർപ്പൂരാഴിയുമുണ്ട്. അപ്പോഴങ്ങനെ മണ്ഡലപൂജയുടെ തിരക്കിലേക്ക് സന്നിധാനം ഉയരുകയാണ്. വലിയ തിരക്കിലേക്കും സന്നിധാനം ചെന്നെത്തുകയാണ്. വലിയ തിരക്ക് എന്ന് വെച്ചാൽ 90,000-ന് മുകളിൽ അയ്യപ്പന്മാർ വിർച്വൽക്ക് ബുക്ക് ചെയ്താൽ 1.25 ലക്ഷത്തോളം പേരെ സന്നിധാനത്ത് ഒരു ദിവസം കണക്കാക്കണം. അത് വലിയ ഒരു സംഖ്യ തന്നെയാണ്. മണിക്കൂറുകൾ അയ്യപ്പന്മാർക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥ വരും. പമ്പ മുതൽ സന്നിധാനം വരെ 10 മണിക്കൂറിലേറെ സമയം എടുക്കേണ്ട അവസ്ഥ വരും. പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രധാനം. ഈ അയ്യപ്പന്മാർ ഇങ്ങനെ പ്രവഹിക്കുന്ന ഒരു സമയം ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ നേരിട്ട വലിയ വിമർശനമായിരുന്നല്ലോ അത് ഇനി കൂടുതൽ തീർത്ഥാടകർ എത്തുന്നതോടുകൂടി അത് കൈകാര്യം ചെയ്യാനുള്ള, അതിനെ നിയന്ത്രിക്കാനുള്ള, സുഗമമായിട്ടുള്ള ദർശനം നടത്താനുള്ള സൗകര്യം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായും എഴുതോ, ഈ സന്നിധാനത്ത് എത്തുന്നവർക്ക് സുഗമമായ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട്. പക്ഷേ സന്നിധാനത്ത് അയ്യപ്പന്മാർ എത്തുന്നതിനെ കൃത്യമായി നിയന്ത്രിച്ച് കടത്തിവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം താളം തെറ്റുന്ന അവസ്ഥയാണ്. ഇതൊരു കാനന ക്ഷേത്രമാണ്, മലയുടെ മുകളിലാണ്. ഇവിടെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് അയ്യപ്പന്മാർക്ക് ഉള്ളത്. കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനൊന്നും കഴിയില്ല. കാരണം അതിനൊക്കെ കൃത്യമായ റെഗുലേഷൻസും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് അയ്യപ്പന്മാർ എത്തുന്നതിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവന്ന് പമ്പയ്ക്കും നിലയ്ക്കലിനും അവിടേക്ക് കഴിഞ്ഞ തവണ ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം പമ്പയിലും നിലയ്ക്കലും എത്തുന്നതിന് മുൻപ് കാനനങ്ങളുടെ ഓരത്ത്, അതായത് പ്രാഥമിക സൗകര്യമോ ഭക്ഷണമോ വെള്ളമോ കിട്ടാൻ സാധ്യതയില്ലാത്തിടങ്ങളിൽ ഈ വാഹനങ്ങൾ പിടിച്ചിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നതാണ് ഏറ്റവും വലിയൊരു പരാതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒഴിവാക്കുവാൻ ഈ ഇടത്താവളങ്ങളിൽ, കോട്ടയം പത്തനംതിട്ട ജില്ലയിലെ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളമൊക്കെ അവിടെ ഉറപ്പാക്കാൻ പറ്റും. പക്ഷേ സന്നിധാനത്തിൻ്റെ തിരക്ക് അനുസരിച്ച് അവിടെ നിന്നും വാഹനങ്ങൾ കടത്തിവിടുക എന്നൊരു നടപടിയാണ് പോലീസ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. രണ്ടാമതായിട്ട് പമ്പ മുതൽ സന്നിധാനം വരെ മരക്കൂട്ടം മുതൽ സാധാരണഗതിയിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. ക്യൂ കോംപ്ലക്സുകളിൽ കൃത്യമായി കാത്തുനിന്നതിന് ശേഷം മാത്രമേ അയ്യപ്പന്മാർക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ. ഈ ഒരു നിയന്ത്രണം പമ്പയിൽ നിന്ന് ഏർപ്പെടുത്താൻ തുടങ്ങും. പമ്പയിൽ നിന്ന് കൃത്യമായ ഇടപെടലുകൾ മാത്രമേ അയ്യപ്പന്മാരെ കടത്തിവിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ എവിടെയെല്ലാം അയ്യപ്പന്മാരെ നിയന്ത്രിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവർക്ക് വെള്ളവും അതുപോലെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം, അതിനുള്ളൊരു സൗകര്യങ്ങളൊക്കെയാണ് ഒരുക്കുന്നത്. മാത്രമല്ല വെള്ളവും ബിസ്ക്കറ്റും അതാണിപ്പോൾ വരി നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് നൽകുന്നത്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്കിലേക്ക് സന്നിധാനം നടന്നെത്തുമ്പോൾ അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ എത്താൻ ഒരുങ്ങുന്ന അയ്യപ്പന്മാരോട് പറയാനുള്ളത്, തിരക്ക് മുന്നിൽ കണ്ടു തന്നെ ഒരുങ്ങി വേണം ഇവിടേക്ക് എത്താൻ. പമ്പ മുതൽ സന്നിധാനം വരെ 10 മണിക്കൂറിലധികം സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. സന്നിധാനത്ത് എത്തിയാൽ കുട്ടികൾക്കൊക്കെ ദർശനത്തിന് പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും സന്നിധാനത്ത് എത്തുന്നതിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാവുക. എൽദോ അതൊരു കാര്യം കൂടി, വേറൊന്നുമല്ല, ആ അയ്യപ്പന്മാരുടെ പ്രതികരണത്തിന് സാധ്യതയുണ്ടോ എന്നറിയാനാണ്. അവർ ദർശനത്തിനുള്ള ഒരു വ്യഗ്രതയിലാണെന്ന് അറിയാമെങ്കിൽ പോലും അവിടെ കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാർ ഈ യാത്രയ്ക്ക് സുഗമമായിരുന്നോ, ദർശന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ അവരുടെ ഒരു പ്രതികരണം ലഭിക്കാൻ സാധ്യതയുണ്ടോ? ശ്രമിച്ചു നോക്കണം എൽദോ. കാരണം ഇപ്പോൾ ഉഷപൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാരോട് ചോദിച്ചു നോക്കാം എത്രമാത്രം അവർക്ക് എന്തൊക്കെയാണ് പങ്കുവെക്കാനുള്ളതെന്ന് ചോദിക്കാം. സ്വാമി, சிக்ஸ் ஹவர்ஸ் வெயிட் பண்ணியிருக்கோம். ஆமாம் சார், கீழே லைன் சரியில்லை. ഞാൻ കേരള പാലക്കാട്. ഒന്നും ശരിയില്ല ഇവിടുത്തെ. പിണറായി വിജയൻ CM ചെയ്തിട്ട് ഭയങ്കര തെറ്റാണ്. പമ്പയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് ഇപ്പോഴാണ് ദർശനം പോകുന്നത്. ദർശനം രാവിലെ കണ്ട് വൈകുന്നേരം 5 മണിക്ക് ഭയങ്കര കഷ്ടസ്വാമി. பம்பளை 2 மணிக்கு ஏற ஆரம்பித்தோம். இப்போதான் தரிசனத்துக்கு உள்ளே வந்து முடிஞ்சது. கூட்டம் அவ்வளோ கூட்டமாக இருக்குது. எந்த வருஷமா இப்படி இருந்ததே இல்லை சாமி. சாமி ரொம்ப இதாக இருக்குது சாமி. சென்னையிலேருந்து வரோம் சாமி. 11 மணி நேரம். 11 மணி நேரம். பிஸ்கெட் வந்து தண்ணி வந்தது. இன்னும் கொஞ்சம் நல்லா ப்ரொவைட் பண்ணால் நல்லா இருக்கும். கியூ கொஞ்சம் நல்லா இது பண்ணால் கொஞ்சம் நல்லா இருக்கும். ரொம்ப போலீஸ் எல்லாம் நல்லா இருக்கு.
கியூ மட்டும் கொஞ்சம் இன்னும் கொஞ்சம் பிஃபோர் கொண்டா கொஞ்சம் நல்லா இருக்கும். తమిళ్ తెలియదు, తెలుగు தெலுங்கு மட்டும் వెయిటింగ్ టు 2 hours only. 2 hours only. Police morning. ತಮಿಳ್ 12 hours ಆಯ್ತು ಸ್ವಾಮಿ. ಕಾಲೇಜ್ ನೈಟ್ 10 மணிக்கு வந்திருந்து 10 hours அங்கே லாக் பண்ணிட்டாரு. தேவையில்லாமல் லாக் பண்ணிட்டாரு. அது லாக் பண்ண மாதிரி இல்லை, தேவையில்லாமல் லாக் பண்ணிட்டாரு. எல்லாருக்கும் தொந்தரவு கொடுக்காரு. முன்னாடி இப்படியெல்லாம் ஒரு டைமும் நான் பார்க்கல. இது வேணும்னே பண்ணுறாரு. இது லாஸ்ட் இயர் எல்லாம் நல்லா இருந்துச்சு தரிசனத்துக்கு. இந்த வருஷம் ரொம்பவே சஃபர் பண்ணிருக்காங்க. எவ்வளோ பேர் ரிட்டர்ன் போயிட்டு இருக்காங்க. குழந்தைக்கு ஸ்பெஷல் லைன் பண்ணோம், சீனியர் சிட்டிசனுக்கு ஸ்பெஷல் லைன் பண்ணோம். ஒன்றும் பண்ணாமல் இருக்காரு. நிறைய பேர் சீனியர் சிட்டிசன் வர்றாரு, ஹேண்டிகிராஃப்ட்கள் வர்றாரு. അവർക്ക് நிறைய ലൈൻ பண்ணാൽ நல்லா இருக்கும். പ്രാവശ്യം ഭയങ്കര തിരക്ക് കൂടുതലാണ്. എന്തായാലും ഉച്ചയ്ക്ക് വന്നതാണ്, ദിവസം ഇതുവരെ കിട്ടിയിട്ടില്ല. പിള്ളേർക്ക് പമ്പയിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് വന്നതാണ്. ഇന്നലെ 2 മണിക്ക് ഒരുപാട് നേരം കാത്തിട്ടുണ്ട് വന്നത്. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇന്നലെ സൗകര്യം കുഴപ്പമില്ല, തിരക്ക് കൂടുതലാണ്. എന്തായാലും അതാ ഞങ്ങൾ കോഴിക്കോട് നരിക്കുനി എരവനർ പമ്പയിൽ നിന്ന് ഇന്നലെ രാത്രി 1 മണിക്ക് 10 മണിക്ക് ഒരുപാട് വെയിറ്റായിരുന്നു. വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ വെള്ളം കുടിക്കാൻ നിന്നില്ല. അവിടെ കുളിച്ച് ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അവിടെ ഭയങ്കര തിരക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഓരോ റൂമിലിട്ടിട്ട് 2 മണിക്കൂർ കഴിഞ്ഞങ്ങനെ പോരാ. ശരി അനുമോദ, എന്നാലും പരാതികൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടട്ടെ എത്രയും പെട്ടെന്ന്. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് ഒരു കാര്യമില്ലാതെ തടഞ്ഞു വെച്ചു എന്നുള്ള പരാതിയൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായും അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്നാലും അനുമോദാണ് വിശദമായി വിവരങ്ങൾ നൽകിയത് ശബരിമലയിൽ നിന്ന്, സന്നിധാനത്ത് നിന്ന്. ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ദിവസങ്ങളിലെല്ലാം തന്നെ നവകേരള യാത്രയുമായി ഉയർന്നു കേട്ടൊരു വാക്കാണ് അവിടെ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമം ഇപ്പോൾ ഈ പോലീസ് ക്യാമ്പിൽ, എയർ ക്യാമ്പിൽ തന്നെ ഒരു പോലീസുകാരൻ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നത് അത് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ഈ വീണ ജീവനക്കാരി താൽക്കാലിക ജീവനക്കാരിയാണ്. എയർ ക്യാമ്പിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ അതിൻ്റെ 1ാം നിലയിൽ നിന്നാണ് താഴെ വീണത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അറിയിച്ചതനുസരിച്ച് തന്നെയാണ് ഈ വാഹനം വിട്ടുകൊടുക്കുന്നതും. പക്ഷേ ഡ്യൂട്ടി ഓഫീസിനെ അറിയിച്ചിരുന്നു, അത് കമാൻഡൻറ്റിനെ അറിയിച്ചില്ല എന്ന കുറ്റം ആരോപിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. രേണുക, തിരുവനന്തപുരം എആർ ക്യാമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വിചിത്രവാദമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു വാഹനം ഉപയോഗിച്ചതിന് നടപടിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത്? എന്താണിതിൽ ഇപ്പോൾ ഇത് വിവാദമാകുമ്പോൾ നൽകുന്ന വിശദീകരണം? രേണുക, തിരുവനന്തപുരം എയർ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ക്യാൻറ്റീനിലെ ജീവനക്കാരി അവർ 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു, കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന MDGD, അതായത് വാഹനങ്ങളുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഈ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാഹനം വിട്ടുകൊടുത്തു. ഈ വിവരം ഡ്യൂട്ടി ഓഫീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഉദ്യോഗസ്ഥനായ അരുണാണ് ഇപ്പോൾ നടപടിക്ക് വിധേയനായിരിക്കുന്നത്. എയർ ക്യാമ്പിലെ കമാൻഡൻ്റാണ് നടപടിയെടുത്തിരിക്കുന്നത്. അതായത് കമാൻഡൻറ്റിനെ അറിയിച്ചില്ല വാഹനം ഉപയോഗിക്കുന്ന കാര്യം എന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വഹിച്ചിരുന്ന ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. എല്ലാ ദിവസവും മറ്റ് ഡ്യൂട്ടികൾ ചെയ്യണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വലിയ അമർഷമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. ജീവൻ രക്ഷാ പ്രവർത്തനം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നവകേരള യാത്രയുമായി ഉയർന്നു കേട്ടൊരു വാക്കാണ് അവിടെ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമം ഇപ്പോൾ ഈ പോലീസ് ക്യാമ്പിൽ, എയർ ക്യാമ്പിൽ തന്നെ ഒരു പോലീസുകാരൻ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നത് അത് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസാണ് ഈ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ഈ വീണ ജീവനക്കാരി താൽക്കാലിക ജീവനക്കാരിയാണ്. എയർ ക്യാമ്പിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ അതിൻ്റെ 1ാം നിലയിൽ നിന്നാണ് താഴെ വീണത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അറിയിച്ചതനുസരിച്ച് തന്നെയാണ് ഈ വാഹനം വിട്ടുകൊടുക്കുന്നതും. പക്ഷേ ഡ്യൂട്ടി ഓഫീസിനെ അറിയിച്ചിരുന്നു, അത് കമാൻഡൻറ്റിനെ അറിയിച്ചില്ല എന്ന
കുറ്റം ആരോപിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചുമതലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. രേണുക. തിരുവനന്തപുരം AR ക്യാമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വിചിത്രവാദമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു വാഹനം ഉപയോഗിച്ചതിന് നടപടിയിലേക്കൊക്കെ പോകുന്ന സാഹചര്യം. എന്താണ് സംഭവിച്ചത്? എന്താണിതിൽ ഇപ്പോൾ ഇത് വിവാദം? പ്രഭാതകേരളം തുടരുന്നു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ കോടികൾ തട്ടിയ കേസിൽ തൃക്കാക്കര പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി തട്ടിപ്പിന് ഇരയായവർ പരാതിയുമായി ചെന്നപ്പോൾ അടിയന്തര നടപടി സ്വീകരിക്കാനോ പ്രതിയുടെ വീട് കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ല എന്ന് ഇവർ പറയുന്നു. പണം നഷ്ടപ്പെട്ട പലരും വീട്ടിലേക്ക് മടങ്ങാനാകാത്ത അവസ്ഥയിലാണ്. കാക്കനാട് പ്രവർത്തിച്ചിരുന്ന യൂറോഫ്ലൈ ഹോളിഡേയ്സ് നൽകിയ വിസിറ്റിംഗ് വിസയും ന്യൂസിലാൻഡിലേക്കുള്ള വിമാന ടിക്കറ്റുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സ്ഥാപനമുടമ ഷംസീറിന്റെയും സംഘത്തിന്റെയും തട്ടിപ്പിനിരയായെന്ന് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും തണുപ്പൻ സമീപനമായിരുന്നുവെന്നും പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇപ്പോൾ 13 ദിവസമായി. ഈ 13 ദിവസമായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല പോലീസുകാർ. ആകെ അവർ ചെയ്തു എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രഷറുകൾ അവർക്ക് വന്നതിന്റെ പേരിൽ അതിൽ കണ്ണിൽ പൊടിയിടാവുന്ന രീതിയിൽ ഇന്നലെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്കാക്കി. അതല്ലാതെ അവർ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതിനിടയിൽ ഷംസീർ, സജാദ് എന്ന് പറഞ്ഞ 2 ആളുകളാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ആളുകൾ. ഇവർ നിലവിൽ ഒളിവിലാണ്. അവരെ അന്വേഷിക്കാനെന്നുള്ള വ്യാജന ഒരു SIയും 3 പോലീസുകാരും പാലക്കാടിന് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു പോലീസുകാരൻ ഞങ്ങളെ ഇന്നലെ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഷംസീറിന്റെ വീട് എവിടെയാണ്. വാദികളായിട്ടുള്ള ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം പോലീസുകാർക്ക് ആ വീട്. മുഖ്യപ്രതി ഷംസീറിന്റെ മേൽവിലാസവും ഫോട്ടോയും അടക്കം പരാതി നൽകി 2 ആഴ്ചയാകുമ്പോഴും അയാളുടെ വീട് കണ്ടെത്താൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല. തട്ടിപ്പിനിരയായ പലർക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ജെൻസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, പക്ഷേ ലേഡീസിന്റെ കാര്യമോ അവർ പോയിട്ട് ഹോം നേഴ്സായിട്ടും ഒക്കെ ജോലിക്ക് കയറി 10-15 അത് അവർ പറയുന്നുണ്ട് ചെക്ക് കൊടുത്തിട്ടേക്കാണ് അവർ പോകാനുള്ള പൈസ ഉണ്ടാക്കിയത്. ഇപ്പം ഇവര് നാട്ടിലില്ല, ഇവർ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം കടക്കാരൊക്കെ വന്നിട്ട് വീട്ടിൽ വന്ന് ഹസ്ബൻഡിനെ അവരുടെ കുട്ടികളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ മാസം ഒരു 15 അല്ലെങ്കിൽ മാക്സിമം 20 കിട്ടുമെന്ന് വെച്ചു. ആ 20 വെച്ച് ഇവർ 5 ലക്ഷമൊക്കെ എത്ര മാസം കൊണ്ട് കടം വീട്ടിയെടുക്കും. വീട്ടിൽ കയറാൻ പറ്റാതെ ലേഡീസുമാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഇതിപ്പോൾ ഈ പോലീസ് അന്ന് അരമണിക്കൂറല്ലേ 1 മണിക്കൂറും കൂടെ ട്രേസ് ചെയ്തെടുക്കാവുന്നുണ്ടായിരുന്നല്ലോ ഇവന്റെ നമ്പറും ലൊക്കേഷനും ഒക്കെ. അന്ന് നമ്മുടെ സൈബർ സെല്ലും അതിന് ശ്രമിച്ചില്ല, നമ്മുടെ പോലീസും ശ്രമിച്ചില്ല. പോലീസ് കാണിക്കുന്ന അനാസ്ഥ ബോധപൂർവമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പ്രതികളെ പിടികൂടാനായി ഏതറ്റം വരെ പോകുമെന്ന നിലപാടിലാണ് തട്ടിപ്പിനിരയായവർ. ന്യൂസ് 18 കൊച്ചി. വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ അനിശ്ചിതകാല കുടിൽകെട്ടി സമരം 15 ദിവസം പിന്നിട്ടു. തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക, 20 വർഷത്തെ ബോണസ് നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം. സംഭവത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടതോടെ സമരക്കാരും ഉടമയും ലേബർ കമ്മീഷനുമായി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് മാസങ്ങളായി പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. 4 മാസത്തെ ശമ്പളം കുടിശ്ശികയായുണ്ട്. ബോണസ്, വിരമിച്ച തൊഴിലാളികൾക്കുള്ള ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഇതുവരെയും നൽകിയിട്ടില്ല. തൊഴിലാളികളിൽ നിന്ന് വർഷങ്ങളായി തുക പിടിക്കുന്നുണ്ടെങ്കിലും ഇത് PF അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല. ഇതോടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കാത്ത സ്ഥിതിയാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ കുടിൽകെട്ടൽ സമരം ആരംഭിച്ചത്. 133ഓളം വരുന്ന തൊഴിലാളികൾ പിരിഞ്ഞിട്ട് അവർക്ക് ഗ്രാറ്റുവിറ്റി നൽകിയിട്ടില്ല. ഏകദേശം 3 കോടി രൂപയോളം ആ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുകയാണ്. കൂടാതെ 2 വർഷത്തെ ബോണസ്, 2 വർഷത്തെ ലീവ് വേജസ്, അതുപോലെ ശമ്പള കൂടിയ സമയത്തുണ്ടായിരുന്ന അരിയേഴ്സ് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ തൊഴിലാളിക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പാടികൾ, തൊഴിലാളി താമസിക്കുന്ന ഇലയങ്ങളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന പാടികളിലാണ് ആ തൊഴിലാളികൾ താമസിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ടും പ്രശ്നത്തിൽ ആരും ഇടപെടുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. പുൽപ്പാറ, പെരുന്തട്ട നമ്പർ 1, നമ്പർ 2 ഡിവിഷനുകളിലായി 200ഓളം തൊഴിലാളികളാണ് നിലവിലുള്ളത്. ഈ സമരത്തെ ഗൗനിക്കാതെ നിങ്ങൾ നിങ്ങളുടെ മറ്റ് ബിസിനസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇവിടെ ഈ എസ്റ്റേറ്റിനകത്ത് ഇത്രയും കാലം പണിയെടുത്ത തൊഴിലാളികൾ അവരെ ഈ പൊതുസമൂഹം അവരെ മുൻനിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കേണ്ടി വരും
ഈ എസ്റ്റേറ്റിനകത്ത് ഇത്രയും കാലം പണിയെടുത്ത തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള മാർഗം ഈ എസ്റ്റേറ്റിന്റെ അകത്തു നിന്ന് തന്നെ ഞങ്ങൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. ലേബർ കമ്മീഷൻ വിളിച്ച ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ തുടർ സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. അക്ഷരനഗരിയിൽ പൂക്കാലം തീർത്തുകൊണ്ട് പുഷ്പമേളയ്ക്ക് തുടക്കമായി. കേരള അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷനാണ് ഇത്തവണ മേള ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മേള ഉദ്ഘാടനം ചെയ്തു. എണ്ണിയാലൊടുങ്ങാത്ത ചെടികൾ, പൂക്കളുടെ വസന്തകാലം തീർത്തുകൊണ്ടാണ് കോട്ടയത്ത് പുഷ്പമേളയ്ക്ക് തുടക്കമായത്. ആയിരത്തിൽ പരം വൈവിധ്യങ്ങളാണ് പുഷ്പമേളയിൽ കോട്ടയംകാരെ കാത്തിരിക്കുന്നത്. പ്രത്യേക ഉദ്യാനം തന്നെ തീർത്തുകൊണ്ടാണ് മേള കാഴ്ചക്കാർക്ക് കൗതുകം തീർക്കുന്നത്. പൂന്തോട്ടം കാണുക മാത്രമല്ല, ഇഷ്ടപ്പെട്ടവ വാങ്ങാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിപണനമേളയും ഫുഡ് ഫെസ്റ്റിവലും പുഷ്പമേളയുടെ ഭാഗമായുണ്ട്. ഡിസംബർ 31 വരെ നാഗമ്പടം മൈതാനിയിലാണ് മേള. ന്യൂസ് 18 കോട്ടയം. ഇനി മറ്റ് ചില റിപ്പോർട്ടുകളിലേക്ക് പോയാൽ, ഇന്ത്യക്കാർക്ക് ഇസ്രായേലിൽ വൻ തൊഴിലവസരമാണ് തുറക്കുന്നത്. അടിയന്തരമായി ഇന്ത്യയിൽ നിന്ന് 10,000 നിർമ്മാണ തൊഴിലാളികളെയാണ് ഇസ്രായേൽ സർക്കാർ നിയമിക്കാനൊരുങ്ങുന്നത്. ഇതിന്റെ മുന്നോടിയായിട്ടുള്ള റിക്രൂട്ടിംഗ് ക്യാമ്പുകൾ ഡിസംബർ 27 മുതൽ ഡൽഹിയിലും ചെന്നൈയിലും നടക്കും. നിർമ്മാണ മേഖലയിൽ സ്വദേശികളായ തൊഴിലാളികളെ കിട്ടാതെ വന്നതും പലസ്തീനി തൊഴിലാളികളെ മടക്കി അയക്കേണ്ടി വന്നതുമാണ് ഇന്ത്യക്കാർ ഇസ്രായേലിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇസ്രായേലിലെ കെയർ ഗീവർമാരായ ഇന്ത്യക്കാരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. യുദ്ധ സാഹചര്യം കടുത്തിട്ടും അവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. അതിന് കാരണമായത് ഇന്ത്യക്കാർ ഇസ്രായേലിൽ സുരക്ഷിതരായിരിക്കുമെന്ന വിശ്വാസമാണ്. മലയാളികളടക്കം അവരിൽ പലരും അത് തുറന്നു പറയുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്ത്യയിൽ നിന്ന് സംഘമായി ഇസ്രായേലിലേക്ക് കൃഷിപ്പണിക്കായി പലരും പോയത്. ചിലർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ കൃഷിപ്പണിക്ക് പോയവരും ഹാപ്പിയാണ്. ഒരു കാലത്ത് ഗൾഫിലേക്ക് പോയാൽ ജോലിയും കൂലിയും ഉറപ്പാണെന്ന വിശ്വാസം മലയാളിക്കുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ജോബ് ഡെസ്റ്റിനേഷൻ ആവുകയാണ് ഇസ്രായേലും. നിർമ്മാണ ജോലികൾക്കായി വലിയ തോതിൽ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് അവർ. അതിന് മുന്നോടിയായി ഇസ്രായേലിൽ നിന്ന് ഒരു സംഘം കഴിഞ്ഞയാഴ്ച ഇന്ത്യയിലെത്തിയിരുന്നു. അടുത്ത ആഴ്ച മുതൽ റിക്രൂട്ട്മെന്റ് സംഘങ്ങൾ എത്തും. ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് ആവശ്യമുണ്ട്. ഈ മാസം 27 മുതൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ചെന്നൈയിലും ഡൽഹിയിലും തുടങ്ങും. ആദ്യഘട്ടത്തിൽ 10,000 പേരെ റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതിയെന്നും പിന്നാലെ 30,000 പേർക്ക് കൂടി ജോലി നൽകുമെന്നും ഇന്ത്യയിലെത്തിയ ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും വക്താവുമായ ഷായ് പോസ്നർ പറഞ്ഞു. ഡിസംബർ 27 ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് 15 ദിവസം നീണ്ടു നിൽക്കും. റിക്രൂട്ട്മെന്റിനായി എത്തുന്ന ബിൽഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾക്കൊപ്പം ഇസ്രായേലി കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ യഹൂദ മോർഗൻസ്റ്റനും ഇന്ത്യയിലെത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ തൊഴിലാളികളെ ഇസ്രായേലിൽ ജോലി നൽകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. സ്വദേശികളായ തൊഴിലാളികളെ കിട്ടാതായതോടെയാണ് നിർമ്മാണ മേഖലയിൽ വിദേശികളെ കൊണ്ടുവരാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. നേരത്തെ പലസ്തീൻ അധീന വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരും ഗാസയിൽ നിന്നുള്ളവരുമായിരുന്നു നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും. ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയതോടെ ഇവരുടെ എല്ലാം വർക്ക് പെർമിറ്റുകൾ ഇസ്രായേൽ റദ്ദാക്കി തൊഴിലാളികളെ മടക്കി അയച്ചിരുന്നു. ഇതും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാക്കി. പിന്നെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളിൽ അധികവും ചൈനയിൽ നിന്നും കിഴക്കൻ യൂറോപ്പിൽ നിന്നും വന്നവരായിരുന്നു. ഇവരെ കൊണ്ട് മാത്രം നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാവില്ല. 1,60,000 പേർക്ക് നിർമ്മാണ മേഖലയിൽ അവസരമുണ്ട്. ഇതിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നൽകാനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന.
കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനുമെല്ലാം ഒരുപോലെ ആശങ്കയാണ് കോവിഡ് JN.1 വേരിയന്റിന്റെ വ്യാപനം. കേരളമാണ് കൂടുതൽ ജാഗ്രത വേണ്ട സംസ്ഥാനമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കർണാടക മുതിർന്ന പൗരന്മാർക്കും വിവിധ രോഗങ്ങൾ ഉള്ളവർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതുവത്സരാഘോഷങ്ങൾ നടക്കാനിരിക്കെ മുൻകരുതലുകൾ കടുപ്പിക്കാനാണ് സാധ്യത. കോവിഡ് വീണ്ടും വരുന്നു എന്ന വാർത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. JN.1 വേരിയന്റ് അപകടകാരി അല്ലെങ്കിലും ആയിരക്കണക്കിന് ആളുകളെ ഒറ്റയടിക്ക് കോവിഡ് കിടക്കയിൽ കിടത്താൻ പ്രാപ്തമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നതിന്റെ സൂചനകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണിത്. കേരളത്തിൽ JN.1 വേരിയന്റ് മൂലമുള്ള കേസുകളുടെ എണ്ണം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക 60 വയസ്സിന് മുകളിലുള്ളവർ വീടിന് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നിർബന്ധമാക്കി. കേരളമാണ് ഇക്കുറിയും കോവിഡ് കാര്യത്തിൽ കൂടുതൽ ആശങ്കയുള്ള സംസ്ഥാനമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര, തെലങ്കാന, പുതുച്ചേരി, ഡൽഹി, ഗുജറാത്ത്, ഗോവ, പഞ്ചാബ് സംസ്ഥാനങ്ങളാണ് JN.1 വേരിയന്റ് ഭീതിയിലുള്ളത്. കോവിഡ് ഇതേവിധം പെരുകുന്ന സാഹചര്യം കണക്കിലെടുത്ത് പ്രതിരോധ സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും വിലയിരുത്താൻ മോക്ക് ഡ്രിൽ നടത്താൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണം ആരംഭിക്കാനും നിർദ്ദേശിച്ചു. എന്തായാലും അപകടകാരിയല്ലാത്ത കോവിഡ് ആയതിനാൽ അധികം ആളുകളെ ആശുപത്രിയിലാക്കേണ്ട സാഹചര്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഹോം ഐസൊലേഷനിൽ കഴിയാനാണ് ആരോഗ്യ വിദഗ്ധരുടെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഉപദേശം. ഇതുവരെ ക്ലസ്റ്ററുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സാമൂഹിക വ്യാപനം പോലുള്ള ആശങ്ക ഇപ്പോഴില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ജനങ്ങൾ കൃത്യമായ മുൻകരുതലുകൾ പാലിക്കുക മാത്രമാണ് പോംവഴി. കർണാടകയ്ക്ക് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ കർക്കശമാക്കുന്നുണ്ട്. കർണാടകയിൽ 60 വയസ്സ് കഴിഞ്ഞവരെ കൂടാതെ കിഡ്നി, ഹൃദയം, കരൾ രോഗങ്ങളുള്ളവരും കോവിഡ് ലക്ഷണങ്ങളായ തലവേദന, ജലദോഷം, തുമ്മൽ, ശ്വാസകോശത്തിൽ അണുബാധ എന്നിവയുള്ളവരും മാസ്ക് ധരിക്കണം. ഇപ്പോൾ പടരുന്ന JN.1 ആശങ്ക സൃഷ്ടിക്കുന്നതിന്റെ പ്രധാന കാരണം രാജ്യത്ത് ശൈത്യകാലം തുടങ്ങിയെന്നതാണ്. ശൈത്യകാലത്ത് വൈറസ് വ്യാപനം കൂടുതലാകും. കഴിഞ്ഞ കോവിഡ് കാലത്തും ഇത് സംഭവിച്ചതാണ്. ഇപ്പോൾ അമേരിക്കയിലും മറ്റും കോവിഡ് വ്യാപിക്കുന്നതിന് ഒരു കാരണമായി കരുതുന്നതും ശൈത്യകാലമായി എന്നത് തന്നെ. പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതുവത്സരാഘോഷം നടക്കാനിരിക്കുന്നു എന്നതും ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. പുതുവത്സരാഘോഷം കോവിഡ് പടരുന്നതിന് പ്രധാന കാരണമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ തന്നെ ലോകത്ത് JN.1 വേരിയന്റ് പടർന്നു തുടങ്ങിയിരുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ കരുതുന്നത്. ഈ സമയത്ത് രാജ്യത്ത് നിരവധി പേർ ന്യൂമോണിയയും ശ്വാസകോശ രോഗങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. കോവിഡ് പരിശോധന ഇപ്പോൾ പതിവില്ലാത്തതിനാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതാകാമെന്നും അവരിൽ നിന്നാകാം ഇത്ര വേഗത്തിൽ JN.1 വേരിയന്റ് ബാധിച്ചവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചതെന്നുമാണ് വിലയിരുത്തൽ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ പോയതിനാൽ രോഗബാധിതരും ഇത് ഗൗരവത്തിലെടുത്തു കാണില്ല. എന്തായാലും മുൻപുണ്ടായതുപോലെ ഒരു കോവിഡ് വേവ് ഉണ്ടാകില്ലെന്നാണ് ഭൂരിഭാഗം ഡോക്ടർമാരും നിരീക്ഷിക്കുന്നത്. കൂടുതൽ പേരും കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളതും രോഗതീവ്രത വർദ്ധിക്കാത്തതിന് വലിയൊരു പരിധിവരെ കാരണമാണ്. ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തിന് ഇടയിൽ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന മറ്റ് വേരിയന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാൻ വൈറോളജി ലാബുകൾക്കും ആശുപത്രികൾക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ സഞ്ജു വി സാംസന്റെ സെഞ്ചുറി തിളക്കത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ട് ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. സഞ്ജു വി സാംസൺ ആദ്യമായിട്ടാണ് രാജ്യാന്തര കരിയറിൽ സെഞ്ചുറിയിലേക്ക് എത്തുന്നത്. 108 റൺസ് എടുത്തു. അങ്ങനെ ആദ്യ മലയാളിയായി മാറി രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി. 16ാമത്തെ ഏകദിനത്തിലാണ് സഞ്ജുവിന്റെ ഈ നേട്ടം. 2015 സിംബാബ്വെക്കെതിരെ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജുവിന് ഏതാണ്ട് 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഈ സെഞ്ചുറി നേട്ടത്തിലേക്ക് എത്താൻ എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും സഞ്ജുവിൻ്റെ ആ കരുത്ത് പ്രകടമാക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്നലെ ബോളൻ പാർക്കിലേത്. 296 റൺസാണ് സഞ്ജുവിൻ്റെ കരുത്തിൽ ഇന്ത്യ നേടിയത്. ഈ കന്നി രാജ്യാന്തര സെഞ്ചുറിയായിരുന്നു അതിന് ഏറ്റവും കരുത്തായതും. 52 റൺസ് എടുത്ത തിലക് വർമ്മയും 38 റൺസ് എടുത്ത റിങ്കു സിംഗും മികച്ച പ്രകടനം പുറത്തെടുത്തു. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബ്യൂറൻ ഹെൻഡ്രിക്സ് 3 വിക്കറ്റ് വീഴ്ത്തി. 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 പരമ്പര സ്വന്തമാക്കിയത്. സഞ്ജു ആണ് കളിയിലെ താരമായത്.
അപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സഞ്ജുവിൻ്റെ വിവാഹ വാർഷികമാണ്. സെഞ്ചുറി തിളക്കത്തിന് പിന്നാലെയുള്ള വിവാഹ വാർഷികം ഏറ്റവും തിളക്കമേറിയതാകട്ടെ. ആശംസകൾ നേരുന്നുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ് പ്രഭാത കേരളം. ഇപ്പോഴിവിടെ വീണ്ടും കാണാം. നമസ്കാരം. ഈ പരിപാടി രേണുക തിരുവനന്തപുരം